നമസ്കാരം, അനീഷാണേ. നമ്മളിപ്പോൾ നിൽക്കുന്നത് എറണാകുളത്ത് പള്ളിക്കരയിലാണ്. പള്ളിക്കര വീഗാലാൻഡിന്റെ അടുത്തായിട്ട് ബെവർലി ഹിൽസ് എന്ന് പറയുന്ന പ്രൊജക്റ്റ് നമുക്കൊരു വില്ല സെയിലിന് വന്നിട്ടുണ്ട്. ആ വില്ല കാണാനാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്. ഇതാണ് നമുക്ക് സെയിലിന് വന്നിട്ടുള്ള വില്ല. ഏകദേശം 5.5 സെന്റ് സ്ഥലത്ത് 3000 സ്ക്വയർ ഫീറ്റിലാണ് ഈ ഒരു വില്ല വന്നിരിക്കുന്നത്. ഈ ഒരു വില്ലയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ചുറ്റിനും നമുക്ക് ചെടിയൊക്കെ വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്പേസ് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനേക്കാളും മറ്റൊരു ഹൈലൈറ്റ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി ഒരു വില്ലയ്ക്ക് 2 പാർക്കിംഗ് വരെയാണ് അലോക്കേറ്റ് ചെയ്യാറുള്ളത്. ഇവിടെ നമുക്ക് 5 കാർ വരെ ഈസി ആയിട്ട് പാർക്ക് ചെയ്യാൻ പറ്റുന്ന സ്പേസ് ഉണ്ട്. ഇതിൻ്റെ പാർക്കിംഗ് സ്പേസ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു എൽ ഷേപ്പിലാണ്. അപ്പോൾ അതിൽ ഈ ഒരു സ്പേസിൽ തന്നെ നമുക്കൊരു 3 വണ്ടിയോളം വളരെ സുഖമായിട്ട് പാർക്ക് ചെയ്യാൻ പറ്റും. ഈ മുകളിലോട്ടുള്ള സ്റ്റെയർ കേസ് കണ്ടോ, ഇത് സെർവൻ്റ് എൻട്രി ആണ്. നേരെ മുകളിൽ കിച്ചണാണ് വരുന്നത്. അതുപോലെ ഈ ഒരു സ്പേസിൽ നമുക്ക് 2 കാറെങ്കിലും പാർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം ആ ഒരു കാർ പാർക്ക് ചെയ്തതിന് ശേഷം ഈ സ്റ്റെപ്പ് കയറി നേരെ മുകളിലേക്ക് വരുന്നത് നമ്മളുടെ ലിവിങ് ഏരിയ ആണ്. നമുക്ക് ഗസ്റ്റിനെയൊക്കെ ഇവിടെ വെൽക്കം ചെയ്യാം. ഈ ഒരു ഏരിയ മാത്രമല്ല, ഇതിനപ്പുറത്ത് നമുക്കൊരു പ്രൈവറ്റ് സ്പേസ് കൂടി വരുന്നുണ്ട്. ഈ കാണുന്നതാണ് നമ്മളുടെ ഒരു പ്രൈവറ്റ് ലിവിങ് ഏരിയ. ആ ഒരു ബാൽക്കണിയോട് തൊട്ട് ചേർന്നാണ് ഈ ഒരു സ്പേസ് വരുന്നത്. തന്നെയല്ല, ഇതൊരു വലിയ ഹാള് പോലെയാണ് ഈ ഒരു ലിവിങ് ഏരിയ. അതിനോട് തൊട്ട് ചേർന്ന ആ ഒരു ഡൈനിങ് സ്പേസ്, അതിനപ്പുറത്ത് കിച്ചണ്. അപ്പം നമുക്ക് വലിയൊരു ഹാള്, നമുക്കൊരു ഫാമിലി ഫംഗ്ഷനൊക്കെ വേണമെങ്കിലും ഇവിടെ ഓർഗനൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്പേസ് ആണിത്. തന്നെയല്ല, ഇവിടെ റൈറ്റ് സൈഡിൽ കണ്ടോ, ഈ കാണുന്നത് നമുക്കൊരു ലിഫ്റ്റിനുള്ള പ്രൊവിഷനാണ്. 3 നിലയിലായിട്ടാണ് ഈ ഒരു വില്ല വരുന്നത്. അതുകൊണ്ട് തന്നെ ഭാവിയിൽ നമുക്കൊരു ലിഫ്റ്റ് ആവശ്യമെങ്കിൽ അതിനുള്ള പ്രൊവിഷനും കൊടുത്തിട്ടുണ്ട്. നമുക്ക് കിച്ചൺ ഒന്ന് കാണാം. ഒരു വൈറ്റ് തീമിലാണ് ഈ ഒരു കിച്ചൺ ചെയ്തിരിക്കുന്നത്. ഇത് നമ്മുടെ ആ ഹാളിൻ്റെ എക്സ്റ്റെൻഡ് ചെയ്ത് വരുന്ന ആ ഒരു പോർഷൻ തന്നെയാണ്. ഓപ്പൺ കിച്ചണാണ്. നമുക്ക് ഇതിൻ്റെ തൊട്ടപ്പുറത്തായിട്ടാണ് ഒരു വർക്കിംഗ് ഏരിയ, അതായത് കിച്ചൺ വർക്കുകൾ ചെയ്യുന്നതിന് വേണ്ടിയുള്ള സ്പേസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ റൈറ്റ് സൈഡിലെ ഡോറ് കണ്ടോ, അത് സെർവൻ്റ് എൻട്രിക്കുള്ളതാണ്. താഴെ നിന്ന് കണ്ട സ്റ്റെയർ കേസ് നേരെ കയറി ഇവിടേക്കാണ് വരുന്നത്. അപ്പം ഇതാണ് നമ്മളുടെ ആ ഒരു കിച്ചൺ ലിവിങ് ആ ഒരു ഏരിയ. നമുക്ക് ബെഡ്റൂമുകളൊന്ന് കാണാം. മൊത്തം 5 ബെഡ്റൂമുകളാണ് ഇവിടെ വരുന്നത്. അതിനകത്ത് 1ാമത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമാണിത്. അതിനോട് തൊട്ട് ചേർന്ന് എല്ലാ ബെഡ്റൂമുകളും അറ്റാച്ച്ഡ് ആണ് കേട്ടോ. അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബാത്റൂം സ്പേസുമാണിത്. പക്ഷേ ഇതിനേക്കാളും വലിയ ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ താഴത്തെ ലിവിങ് ഏരിയ ഉണ്ടല്ലോ, അതിന് തൊട്ട് മുകളിൽ വരുന്ന ബെഡ്റൂമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ബെഡ്റൂം വിത്ത് എ ബാൽക്കണി. കണ്ടോ, നമുക്കൊരു ഡ്രസ്സിങ് ഏരിയ എല്ലാം കൂട്ടി. ഇത് വേണമെങ്കിൽ കുറച്ചുകൂടി നമുക്ക് ബെറ്റർ ആയിട്ട് ഇന്റീരിയർ ഒക്കെ ചെയ്ത് നല്ല അടിപൊളിയാക്കാം ഇവിടെ. അപ്പോൾ അതിനോട് തൊട്ട് ചേർന്നും ബാത്റൂമും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള 3000 സ്ക്വയർ ഫീറ്റിൽ വരുന്ന 5 ബെഡ്റൂമുകളുള്ള ഒരു ലക്ഷറി വില്ല ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഇന്ന് തന്നെ മുകളിൽ കാണുന്ന നമ്പറിൽ വിളിച്ചോളൂ. വളരെ മനോഹരമായിട്ടുള്ള ഒരു കാം ലൊക്കേഷനിൽ നമുക്ക് നേരെ നോക്കുമ്പോൾ വീഗാലാൻഡ് കാണാം. ഇതാണ് നമ്മുടെ ടെറസ് സ്പേസ് വരുന്നത്. അപ്പം ഒട്ടും മടിക്കണ്ട, ഇപ്പം തന്നെ ഫോൺ എടുത്തോളൂ. നല്ലൊരു ഡീല് സെറ്റ് ചെയ്യാനായിട്ട് ഇപ്പം തന്നെ മുകളിൽ കാണുന്ന നമ്പറിൽ വിളിച്ചോളൂ.